കൊച്ചിയിലും പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടാൻ തുടങ്ങി. കൊച്ചി കോർപ്പറേഷന്റെ സമൃദ്ധി ജനകീയ ഹോട്ടലിലെ പാചകം വിറകടുപ്പിലേക്ക് മാറി. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ എറണാകുളം നോർത്ത് പരമാര റോഡിലുള്ള സമൃദ്ധിയുടെ പ്രധാന ഹോട്ടലിലെ പാചകം വിറകടുപ്പിലേക്ക് മാറ്റി. കൂടാതെ കൂടുതൽ സമയം ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കേണ്ടി വരുന്ന പല വിഭവങ്ങളും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഉച്ചയൂണാണോ ഇവിടെ തയ്യാറാക്കുക? ഇപ്പോൾ ഉച്ചയൂണാണ്. നമ്മൾ നോൺ വെജ് ഐറ്റംസുകളൊക്കെ കുറച്ചു, ബിരിയാണി ഐറ്റംസും കുറച്ചു. അത്യാവശ്യം നമ്മൾ ഊണ്, ലഞ്ച് കൊടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ വിറകടുപ്പിലേക്ക് മാറണത്. നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ളത് മാറ്റി വെച്ചേക്കണേന്, ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ഇവിടെ അടുപ്പിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പണി കൂടിയാലും ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നത്. കൊച്ചിയിൽ ചില ഹോട്ടലുകൾ ഇതിനകം പ്രവർത്തനം നിർത്തിക്കഴിഞ്ഞു. പലയിടത്തും ഇന്നുകൂടി പ്രവർത്തിക്കാനുള്ള പാചകവാതകം മാത്രമാണ് സ്റ്റോക്കുള്ളത്. 3 നേരം 2 നേരം ഭക്ഷണം അതിൽ തന്നെ പരിമിതപ്പെടുത്തി സാധനം എല്ലാം വെറൈറ്റികളെല്ലാം കുറച്ച് അത്യാവശ്യമുള്ള വെറൈറ്റികൾ മാത്രം അടിക്കുന്നുള്ളൂ. ആളുകൾക്ക് വേണ്ടത് മാത്രം, ഊണൊന്നുമില്ല അല്ലേ? ഇന്നിപ്പോൾ ഊണുണ്ടാക്കുന്നില്ല. ഓൺലി ബിരിയാണി, പൊറോട്ട, ഫ്രൈഡ് റൈസ് മാത്രം, അത്രേ സൗകര്യമുള്ളൂ. ചില സ്വകാര്യ ഹോസ്റ്റലുകളിൽ ഗ്യാസ് തീർന്നതിനെ തുടർന്ന് മെസ് പ്രവർത്തനം നിർത്തി. വീടുകളിലും പ്രതിസന്ധി രൂക്ഷമാണ്. ചിലയിടങ്ങളിൽ വിറകടുപ്പിലേക്ക് മാറിയെങ്കിലും നഗരപ്രദേശങ്ങളിൽ ഇത് പ്രായോഗികമല്ല. സിലിണ്ടറുകളുടെ സ്റ്റോക്ക് തീർന്നതോടെ വരും ദിവസങ്ങളിൽ പകുതിയിലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ്. കൈരളി ന്യൂസ്, കൊച്ചി.